കോട്ടയം ഈരാറ്റുപേട്ടയിൽ സമാന്തര ലോട്ടറി സജീവമാണെന്ന പരാതിയുമായി ലോട്ടറി വിൽപ്പനക്കാർ. പ്രതിദിനം 30 മുതൽ 40 ലക്ഷം രൂപയുടെ വിൽപ്പന നടക്കുന്നുണ്ട് എന്നതാണ് പരാതി. ലോട്ടറി വിൽപ്പനയ്ക്കായി പ്രത്യേക ഫോൺ നമ്പറുകളും ഉപയോഗിക്കുന്നുണ്ട്. 4 നമ്പർ തുണ്ടുപേപ്പറിൽ എഴുതി നൽകിയാണ് വിൽപ്പന. സമാന്തര ലോട്ടറി വിൽപ്പനയുടെ തെളിവുകൾ റിപ്പോർട്ടറിന്. ഇപ്പം ഈരാറ്റുപേട്ട സിറ്റിയെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു സമാന്തര ലോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 രൂപയുടെ ടിക്കറ്റ് കേരള സർക്കാർ ഏറ്റെടുക്കുന്നു. അത് 4 നമ്പർ എഴുതി 30 രൂപയ്ക്ക് കൊടുക്കുന്നു. ആ 30 രൂപയ്ക്ക് കൊടുക്കുന്ന ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അവരത് പൈസ കൊടുക്കുന്നു. അത് ഒരു നമ്പർ തന്നെ നമുക്ക് 100 എണ്ണം വരെ എഴുതാൻ പറ്റും. അപ്പോൾ ആ 100 എണ്ണം എഴുതുമ്പോൾ അവർക്ക് 3000 രൂപയാകുന്നുള്ളൂ. ആ 3000 രൂപ വെറും പേപ്പർ കഷ്ണം വെച്ച് അവരുണ്ടാക്കുന്നത്. നമ്മൾ 120ഉം 180ഉം ടിക്കറ്റ് വിറ്റുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അത് നേരെ കുറഞ്ഞ് 60 ടിക്കറ്റ് വിൽക്കുന്നു. വാടക കാശ് കൊടുക്കാൻ പോലും ആകാതെ അത്രയും, അതായത് ഒരു മരണത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പം പലിശക്കാരെ. ചേട്ടാ, ഞാൻ ഇന്നലെ ഈ നമ്പറിൽ ഒരു 3 നമ്പർ അയച്ചിട്ട് നിങ്ങൾ സീനും ചെയ്തില്ല, ഓക്കെയും തന്നില്ല, അടിച്ചിട്ടില്ല. പക്ഷെ എന്നാലും റെസ്പോൺസ് ഒന്നുമില്ല. രണ്ട് വാട്സാപ്പ് ഉണ്ട് ചേട്ടൻ ഇട്ടേക്കുന്നത്. 94-47 കുട്ടികളുടെ വാട്സാപ്പിലാണോ 80-86 കുട്ടികളുടെ വാട്സാപ്പിലാണോ? നമ്പർ നോക്കട്ടെ, ഒരു മിനിറ്റ്. 94-47 ഈ വാട്സാപ്പിൽ അയച്ചുകൊണ്ടിരുന്നത്. ഇതിൽ നേരത്തെ ഓക്കെ തന്നോണ്ടിരുന്ന, ഇപ്പൊ ഓക്കെ തരുന്നില്ല. 2 വാട്സാപ്പും ഉണ്ട്. മറ്റേ വാട്സാപ്പിൽ ഇട്ടാലേ ഉള്ളൂ ചേട്ടാ ഓക്കെ വരുവുള്ളൂ. ചേട്ടനൊരു കാര്യം ചെയ്യും, ഞാൻ വേറെ വാട്സാപ്പ് നമ്പർ ആ വാട്സാപ്പിൽ ഇട്ടു. അല്ല, അതല്ല ഞാൻ ചോദിക്കട്ടെ. അന്നേരം ഞാൻ ഇതിൽ ഇട്ട് കഴിഞ്ഞാല് നിങ്ങൾ സീൻ ചെയ്തില്ലെങ്കിലും വേറെ ഇനി നിങ്ങൾ മറ്റേ വാട്സാപ്പിൽ ഇട്ടില്ലേലും കുഴപ്പമില്ല. ഇപ്പൊ ഇട്ട വാട്സാപ്പിൽ തന്നെ ഇട്ടോ, ഞങ്ങൾ നോക്കിയില്ലേലും കുഴപ്പമില്ല. നമുക്ക് അതിന്റെ അകത്ത് ഡേറ്റ് സമയമൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അല്ല വേറെ പ്രശ്നമൊന്നും വരത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൈസ ഒരു പ്രശ്നമില്ല. പിന്നെ ഈ ഒരു വാട്സാപ്പ് കടയിലത്തെ വാട്സാപ്പ്, അതാണ് കമ്പ്യൂട്ടറും ടാബും എല്ലായിട്ട് കണക്ട് ആയി കിടക്കുന്നത്. അപ്പൊ അതിന്റെ അകത്തോട്ട് മെസ്സേജ് ഇട്ടാൽ അവര് കറക്റ്റ് ആയിട്ട് നോക്കി ഓക്കെ അടിച്ച് വിട്ടോളൂ. അഖിൽ കെ വിവരങ്ങളുമായി ചേരുകയാണ്. അഖിൽ, ഈ ലോട്ടറി സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാൻ പോകുന്ന തരത്തിൽ പ്രത്യേകിച്ചുള്ള മൊബൈൽ ഫോണിന്റെ ഒക്കെ ഉപയോഗത്തിലൂടെ നമ്പറുകൾ ഒരു തുണ്ട് പേപ്പറിന്റെ ചെലവിൽ മാത്രം ആകെയുള്ള സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ശബ്ദരേഖ അടക്കമാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത്. തീർച്ചയായും അതുതന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ദിവസം 30 മുതൽ 35 ലക്ഷം രൂപയുടെ കച്ചവടം ഇവർക്കിടയിൽ ഉണ്ടാകുന്നു എന്നതാണ്. ഇതെല്ലാം സർക്കാരിലേക്ക് പോകേണ്ട തുകയാണ്. പക്ഷേ 1 രൂപ പോലും സർക്കാരിലേക്ക് പോകാതെ പൂർണ്ണമായും ഇതിൽ ഇടപെട്ട് നിൽക്കുന്ന ആളുകളിലേക്ക് മാത്രം എത്തുന്നതാണ്. 2 ഫോൺ നമ്പറുകൾ ഉപയോഗിക്കുന്നു. ഒപ്പം 4ഓളം QR കോഡുകൾ, അതായത് പണം അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ 4ഓളം QR കോഡുകളുമുണ്ട്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും DGP അടക്കം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അവിടെയുള്ള സാധാരണക്കാരായ ലോട്ടറി വിൽപ്പനക്കാർ പറയുന്നത്. ഈരാറ്റുപേട്ടയിലെ പല കടകളിലും ഈ സൗകര്യം ലഭ്യമാണെന്നുള്ളത്. അതായത് ഒരു ലോട്ടറി ടിക്കറ്റിന്റെ ഏറ്റവും അവസാനത്തെ 4 അക്കം, ഈ 4 അക്കം ഒരു തുണ്ടുപേപ്പറിൽ എഴുതി നൽകും. ഈ തുണ്ടുപേപ്പറിൽ എഴുതി നൽകുന്നതോടുകൂടി തന്നെ അന്നേ ദിവസം നറുക്കെടുക്കുമ്പോൾ അവർക്കൊരു സമ്മാന തുക അല്ലെങ്കിൽ അവർക്കൊരു തുക നൽകുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിൽ പലപ്പോഴും ആളുകൾക്ക് തുക ലഭിക്കുന്നില്ല, പലരും പറ്റിക്കപ്പെടുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ആളുകളെ കൂടുതൽ ആകർഷിക്കുന്ന സാധാരണ ലോട്ടറി ടിക്കറ്റിന് 50 രൂപയാണ് വിലയെങ്കിൽ ഈ 4 അക്കം 4 നമ്പർ തുണ്ട് എഴുതി നൽകുന്ന ലോട്ടറി ടിക്കറ്റിന് 30 രൂപയാണ് വില. അപ്പോൾ ഈ വിലക്കുറവാണ് ആളുകളെ ആകർഷിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ നിരവധി ആളുകൾ ഇതിലേക്ക് എത്തുന്നു, ആകർഷകരാകുന്നു. നിരവധി ആളുകൾ ഇതിന്റെ ഭാഗമാവുന്നു, ഈ തട്ടിപ്പിന്റെ ഭാഗമാവുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നിന്നും ഈ തട്ടിപ്പിനെ നിലനിൽക്കുന്നത് വിവരങ്ങൾ നൽകിയത്.